ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2349. ഇന്ന് ജൂൺ മാസം 6-ാം തീയതി 157-ാമത്തെ ദിവസത്തിലെത്തി. ഇന്നലത്തെ വിചാരങ്ങളിൽ നിന്ന് ഒട്ടും വിട്ടുപോകാൻ പറ്റുന്നില്ല. ഇന്നലെ ലോക പരിസ്ഥിതി ദിനമായിരുന്നു. ലേവ്യ പുസ്തകം അതിന്റെ 25-ാം അധ്യായം ആരംഭഭാഗമൊന്ന് വായിക്കേണ്ടതാണ്. ഭൂമിയെയും പ്രകൃതിയെയും ചൂഷണം ചെയ്യുക എന്നത് മനുഷ്യന്റെ അവകാശവും അധികാരവുമായി ഈ സമീപകാലത്ത് എങ്ങനെയാണ് മാറിയത്? ശരിക്കും മതം ഉൾപ്പെടെ എന്തും, ഭൂമിയും മണ്ണും പ്രകൃതിയും എന്തും കമ്പോളത്തിലെ ആവശ്യങ്ങൾ അനുസരിച്ച് സംസ്കരിച്ച് വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന പ്രക്രിയയിലാണ് ഇന്ന് എല്ലാവരും എന്ന് പറയുന്നില്ല, മിക്കവരും. ഈ ഒരു പശ്ചാത്തലത്തിൽ ഭൂമിയെക്കുറിച്ചൊക്കെയുള്ള പഴയ നിയമ വേദപുസ്തക സങ്കല്പം എന്താണ് എന്ന് ഒന്ന് കണ്ടെത്താനായിട്ട് ഒന്ന് പരതാവുന്നതാണ്. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് ഭൂമി എന്തായിരുന്നു? ദൈവത്തിന്റെ ദാനമായിരുന്നു, ഗിഫ്റ്റായിരുന്നു. അവർ ഭൂരഹിതരായിരുന്നു. ദൈവം അവർക്ക് സമ്മാനമായി വീതിച്ചു നൽകിയ ഭൂമിയിൽ മനുഷ്യനെ കൃഷി ചെയ്യാം, അതിൽ നിന്ന് ആദായമെടുക്കാം. പക്ഷെ അത് സ്വന്തമാക്കാൻ പാടില്ലെന്നാണ് പറയുക, വിൽക്കാൻ പാടില്ല. നിങ്ങൾ എന്റെ അടുക്കൽ പരദേശികളും വന്നു പാർക്കുന്നവരും അത്രയെന്നാണ് ദൈവം മനുഷ്യരോട് പറയുന്നത്. എപ്പോഴൊക്കെ ഭൂമി ഇസ്രായേൽ ജനത സ്വന്തമാക്കിയോ അതോടെ ധാർമ്മിക വ്യവസ്ഥ ആകെ താറുമാറാകുന്ന ചിത്രവും പ്രവചന പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്നില്ല. വീണ്ടും ദൈവത്തിന്റെ ജനതയെ സംബന്ധിച്ചിടത്തോളം 7-ാം വർഷം ശാബത് വർഷമാണ്. ദേശത്തിന് സ്വസ്ഥതയുള്ള ശാബതായ ആ ദിവസം നിലം വിതയ്ക്കേണ്ട, മുന്തിരിത്തോട്ടത്തില് വള്ളിത്തല മുറിക്കുകയൊന്നും ചെയ്യരുതെന്ന് പറയുന്നു. പിന്നെയോ ശാബത് വർഷം താനെ വിളയുന്നത് നിങ്ങളുടെ ആഹാരമായിരിക്കും. ഇനിയാണ് അത് ആർക്കൊക്കെയാണ് ആഹാരമാകുന്നത് എന്ന് പറയും. നിനക്കും നിന്റെ ദാസനും ദാസിക്കും കൂലി വേലക്കാരനും നിന്നോടുകൂടെ പാർക്കുന്ന പരദേശിക്കും നിന്റെ കന്നുകാലിക്കും കാട്ടുമൃഗത്തിനും അതിന്റെ അനുഭവമൊക്കെയും ആഹാരമായിരിക്കും. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൽ നിന്നാണ് ഭൂമിയുടെ അനുഭവം മനുഷ്യന് മാത്രമുള്ളതല്ല എന്നും എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ് എന്നും നമ്മൾ പഠിക്കാതെ പോകുന്നു. ഇതിൽ നിന്ന് ദൈവത്തിന്റെ കരുതലും പാരിസ്ഥിതികമായ ദൈവത്തിന്റെ കാഴ്ചപ്പാടും ശ്രദ്ധിക്കേണ്ടതല്ലേ? ഇത്രത്തോളമൊന്നും പോകാനായിട്ട് നമുക്ക് ഒരു ആത്മീയ ബലമോ ജ്ഞാനമോ പ്രകാശമോ ഇല്ലെങ്കിലും ഇങ്ങനെയൊക്കെ ചില വ്യവസ്ഥകളും ഉടമ്പടികളും ഉണ്ടെന്നെങ്കിലും ഞാൻ നിങ്ങളും തിരിച്ചറിയട്ടെ. കുറെ കൂടി നമ്മൾ വചന ഗ്രന്ഥത്തിലേക്കൊന്ന് മടങ്ങിയെത്തണ്ടേ? ക്രിസ്തുയേശുവും ഇതൊക്കെ തന്നെയല്ലേ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും നമ്മൾ ഓരോരുത്തരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? പ്രാർത്ഥനയോടുകൂടി ആമേൻ.